നമസ്കാരം. അങ്ങനെ 2026 ഓണം മൂവീസിൻ്റെ റിലീസസിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് എല്ലാവരും. അതിലെല്ലാവരുടെയും ഒരു വാച്ച് ലിസ്റ്റിലുണ്ടായിരുന്നൊരു മൂവിയായിരുന്നു ഈ പറഞ്ഞ പോലെ ഖലീഫ എന്ന് പറയുന്നത്. ആ ഖലീഫ നമുക്ക് എത്രത്തോളം നമ്മളതിനെ ആസ്വദിപ്പിച്ചു എന്നുള്ളതാണ്. കാരണം ഇത് ഈ ഖലീഫ എന്ന് പറയുന്ന സിനിമ നമുക്ക് ടീസർ അല്ലെങ്കിൽ ഇത് ലോഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഇത് അനൗൺസ് ചെയ്ത അപ്പം തൊട്ടിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് നമ്മൾ കാത്തിരിക്കുന്നൊരു മൂവിയാണ്. കാരണം അതിൻ്റെ പല കാര്യങ്ങളും നമുക്കറിയാം. വൈശാഖ്, പൃഥ്വിരാജ്, ജെയ്ക്സ് ബിജോയ് കോംബോ. അതിൻ്റെ അപ്പുറം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു സംഭവം എന്നാണ് ലാലേട്ടൻ്റെ ആ കഥാപാത്രം. അപ്പോൾ ഇത് 2 പാട്ടായിട്ട് വരും. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് നമ്മൾ ഹൈപ്പിൽ പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു സിനിമയാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ പാട്ട് ഗംഭീരം. അത് ആള് വരുന്ന പല കാലഘട്ടം, അത് ആ ജനറേഷൻ, അത് ആള് ഗംഭീരമായിട്ട് ചെയ്തു വെച്ചു. നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ഈ പറയുന്ന പുതിയ മുഖം, നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ഈ പറയുന്ന പുതിയ മുഖം, അതുപോലെ തന്നെ അൻവറൊക്കെ ചെയ്തില്ലേ, അതന്നെ അതൊന്നും ഒരു മാറ്റമില്ല. ആ സിനിമയുടെ സീനാണെന്ന് നമുക്ക് തോന്നുള്ളൂ. അത്രയും രസമായിട്ട് ആൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസ് ഒക്കെ ഗംഭീരം. ആൾ ചെയ്യാൻ പറ്റുന്നതിൽ അപ്പുറം ആൾ പെർഫോം ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രശ്നം കിടക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കഥയിൽ എന്തോരം ഡെപ്ത് ഉണ്ട് എന്നുള്ളതാണ്. അത് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ചെയ്യേണ്ടതിൽ ഒരു പരിധി ഉണ്ടല്ലോ. പിന്നെ ഈ മാസ് മസാല പടത്തിന് വേണ്ട സെയിം സാധനം തന്നെ, ആ ടെംപ്ലേറ്റൊന്നും മാറ്റമൊന്നുമില്ല. ഈ പറയുന്ന മറ്റേ നായകൻ്റെ വീടിനൊന്നെങ്കിൽ ഒരു കടബാധ്യത, അങ്ങനെ ആ സാമ്പത്തിക ബാധ്യത തീർക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഗുണ്ടയാവാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലൊരു അണ്ടർവേൾഡ് ഹിങ്ങാവുക, എന്നിട്ട് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ, ആ ഒരു സെയിം സാധനം തന്നെ. പക്ഷെ അത് നമ്മളിലേക്ക് എങ്ങനെ എത്തിക്കണു, നമ്മളതിനെ എങ്ങനെ അത് ത്രില്ലടിപ്പിക്കണു, അതിൽ ആവർത്തന വിരസതയില്ലാതെ എങ്ങനെ കൊണ്ടുപോകണു, അതാണ് ഒരു പടത്തിൻ്റെ വിജയമല്ലോ. സെയിം സാധനം തന്നെ നമ്മൾ കുറേ പടത്തിൽ കാണും. പക്ഷേ ഇതിനകത്ത് കുറേ സീനുകളിൽ നമുക്കൊരു ആവർത്തന വിരസത ഫീൽ ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ജെയ്ക്സ് ബിജോയിൽ നിന്ന് നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കും. ഇപ്പം നമുക്കറിയാലോ, ഇതിൽ ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് ആളുടെ ചില സാധനങ്ങൾ, അല്ലെങ്കിൽ ഈ പടത്തിൽ കുറച്ച് ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ്. പലയിടത്തും വേണ്ടാത്തയിടത്തും നമുക്കൊരു BGM, അങ്ങനെ പടം തുടക്കം തൊട്ട് അവസാനം വരെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ഒച്ചപ്പാട് സിനിമ എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ഫീല് നമുക്ക് തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഒരു മാസ് എൻ്റർടൈനർ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് 1 ടൈം പോയി വാച്ച് ചെയ്ത് ആൾക്ക് എൻജോയ് ചെയ്ത് വരാൻ പറ്റിയൊരു സിനിമ. അതിൻ്റെ അപ്പുറം ഈ പറയുന്ന പോലെ കഥ, അല്ലെങ്കിൽ ഒരു ഫാമിലി എലിമെൻ്റ് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ലോജിക്ക് വേണം, അങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ എനിക്കറിയില്ല ഇഷ്ടപ്പെടാൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ ജസ്റ്റ് 1 ടൈം പോവുക, വാച്ച് ചെയ്യുക, എൻജോയ് ചെയ്യുക, തിരിച്ചു വരിക, ഓക്കെ. അതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു എൻ്റർടൈനർ എന്നുള്ള രീതിക്ക് നമുക്ക്